ഇവന്മാരിങ്ങനെ ഇത് എല്ലാ വീട്ടിലും ഓരോ വീടിനും ആ വീടിൻ്റെതായിട്ട് കുറച്ച് രഹസ്യങ്ങളുണ്ടാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡോക്ടർ കിഡ്സ് സ്മൈൽ. കുറേ പേരെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു, പ്രണവ് പ്രവീണിൻ്റെ വീഡിയോസിൻ്റെ ഇഷ്യൂസ് ഡോക്ടറെ ഒന്നും റിയാക്ട് ചെയ്യാനില്ലേ എന്ന് ചോദിച്ചിട്ട്. എടാ, ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സോഷ്യൽ മീഡിയ ഈസ് വെരി ഡിഫറെൻറ്റ്, വേ മോർ ഡിഫറെൻറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും കാര്യങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിൽ ഒതുക്കണം ഫസ്റ്റ്. അല്ലാണ്ട് അത് ഇതേപോലത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വരുമ്പോൾ ആദ്യം അവരെ കുറേ അഭിപ്രായങ്ങൾ, പിന്നെ ഇവരെ കുറേ അഭിപ്രായങ്ങൾ, കുറേ ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യും, കുറേ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യും, ആ അടി ഈ അടി, ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, ആവശ്യമില്ലാത്ത കുറേ വർത്താനും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരും. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രൈവറ്റ് ലൈഫ് ഈസ് എ പ്രൈവറ്റ് ലൈഫ്. അത് പ്രൈവറ്റ് ലൈഫിൽ തീർക്കണം. ഇപ്പോൾ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ബ്രദേഴ്സാണ്, ഇവരൊരു ഫാമിലിയാണ്. നാളെ ഒരു ദിവസം ഇവരിത് മൊത്തം മാറ്റി കാര്യങ്ങളാക്കി സംസാരിച്ച് തീർത്തു പ്രശ്നങ്ങൾ എന്നാണെങ്കിൽ പോലും ഇത് നിങ്ങൾ സമൂഹത്തിൽ ഒന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു പേരിനെ അവർക്ക് തേച്ചാലും വായിച്ചാലും പോവോ? ഇല്ല. അത് എടാ അങ്ങനെ ഇപ്പോൾ ഇതിന് മുന്നേ ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, റിയാക്ഷൻ വീഡിയോ അവരുടെ പേരിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞതിൽ കുറേ ആൾക്കാർക്ക് യോജിപ്പില്ല, കുറേ ആൾക്കാർക്ക് യോജിപ്പുണ്ട്. അതൊരു പ്ലാറ്റ്ഫോം ആകുമ്പോൾ അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആകുമ്പോൾ അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു എന്താ പറയുക, ഇവർ അത്രയും റീച്ച് ഉള്ളവരാണ് കാരണമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്കാർ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, എടാ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കുക തന്നെ വേണം. അതല്ലാണ്ട് അത് സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്യരുത്. എസ്പെഷ്യലി ഫാമിലി ഇഷ്യൂസ്. യു ഷുഡ് നെവർ ഡ്രാഗ് ഫാമിലി ഇഷ്യൂസ് ടു സോഷ്യൽ മീഡിയ. കാരണം അത് സോഷ്യൽ മീഡിയ എടുക്കുന്നതും ചിന്തിക്കുന്നതും വേറെ തരത്തില്. എല്ലാ വീട്ടിൻ്റെ ഉള്ളിലുമുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതെല്ലാം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ വീട്ടിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഇങ്ങനത്തെ കുറച്ചൊക്കെ കാര്യങ്ങൾ എല്ലാ വീട്ടിലും, ഒരു വീട്ടിലും പ്രശ്നമില്ലാത്തതും കാര്യങ്ങളും ഇത്രയും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് പോകുന്ന ഒരു വീട്ടുകാരും ഇല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡ്രോസും പോസിറ്റീവ്നെസ്സും എല്ലാ വീട്ടുകാർക്കും ഉണ്ട്. അതിനി ഏത് ടൈപ്പ് വീട്ടുകാരാണെങ്കിലും, മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്ത് ഇപ്പോൾ കണ്ടി, ഇപ്പോൾ അവർക്ക് ഒരു സൈഡ് ഒരു ഹെയ്റ്റ് ഉണ്ടായി, ഇപ്പോൾ അടുത്ത സൈഡിൽ നിന്ന് അങ്ങോട്ടൊരു ഹെയ്റ്റ് ഉണ്ടായി. സോ തെറ്റുകുറ്റങ്ങൾ പറയണം, ശരിയാണ്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട്, അത് നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യാൻ ഒരുപാട് വഴിയുണ്ട്, കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് നിങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഷെയർ ചെയ്ത് കാര്യങ്ങളാക്കി. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ അഭിപ്രായം പറയാൻ ഒരുപാട് പേരുണ്ട്, കുറേ കുട്ടികളാണ്, പലർക്കും അറിയില്ല എന്ത് പറയണം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ട് ഇവരുടെ ഫാമിലി വീടിൻ്റെ ഉള്ളിലത്തെ ഇഷ്യൂ ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മോശം നമുക്ക് തന്നെയാണ്. കാരണം നമ്മളെ പറ്റിയിട്ടാണ് ആൾക്കാർ അങ്ങനെ ഇത് എന്തോന്നറിയാം എന്നുള്ള ആ ഒരു രീതിക്ക് ചിന്തിക്കുന്നത്. കാരണം ഇത്രയും കാലം ഹാപ്പി ആയിട്ട് പോയൊരു ഫാമിലിയാണ്. അപ്പോൾ പ്രണവിനോട് ഈ വീഡിയോ കാണുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷേ കാണുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ഡ്രാഗ് എവറിത്തിങ് ടു സോഷ്യൽ മീഡിയ. ഇങ്ങനത്തെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഡ്രാഗ് ചെയ്യാണ്ട് ബെറ്റർ നിങ്ങൾ തമ്മിലത് സംസാരിച്ച് തീർക്കുക. കാരണം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട ഒരു ഇഷ്യൂ ആണ് നിങ്ങളത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഒരിക്കലും ഒരു വീടിൻ്റെ ഉള്ളിലത്തെ രഹസ്യങ്ങളും കാര്യങ്ങളും നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നത് നല്ലതല്ല. അതിനി എത്ര വലിയ യൂട്യൂബേഴ്സാണ് അല്ലെങ്കിൽ എത്ര ഡെയിലി ലൈഫ് വ്ളോഗേഴ്സ് ആണെന്ന് പറഞ്ഞാലും ഒരു പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ അത്രയും എല്ലാ വീട്ടിലും ഓരോ വീടിനും ആ വീടിൻ്റേതായിട്ട് കുറച്ച് രഹസ്യങ്ങളുണ്ടാവും, അവരുടേതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ശരി. അതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് അതാണ് അതിൻ്റെ ശരി. അല്ലാതെ നമ്മളെല്ലാ കാര്യങ്ങളും കിട്ടുന്ന എല്ലാം കോണ്ടൻ്റ് ആണ്, അല്ലെങ്കിൽ കിട്ടുന്ന എല്ലാം ഒരു ഇതാണ് നമ്മൾ വിചാരിക്കരുത്. ദാറ്റ് ഈസ് വേ മോർ ബാഡ് ദൻ എവരിതിങ്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തമ്മിലുള്ള ഏട്ടനനിയന്മാരുടെ തമ്മിലുള്ള പ്രശ്നം, അച്ഛനമ്മ തമ്മിലുള്ള പ്രശ്നം, ഇതൊക്കെ എനിവേ പാരൻസ് അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് കാര്യങ്ങളാക്കിയത് ക്ലിയർ ഔട്ട് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുക. ഡോണ്ട് ഡ്രാഗ് സച്ച് തിങ്സ് ടു സോഷ്യൽ മീഡിയ. ബിക്കോസ് ഇങ്ങനെ ആയിരിക്കില്ല, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ആൾക്കാർ ഇത് ഏറ്റെടുക്കുന്നതും. നിങ്ങൾ നാളെ സംസാരിച്ച് തീർക്കുന്ന പ്രശ്നങ്ങൾ പോലും നാളെ നിങ്ങൾ ഇനി എവിടെയെങ്കിലും ഒരുമിച്ച് കാണേണ്ട ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ സേ ഇവന്മാരിങ്ങനെ ഇത്. സോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് കൊടുക്കാതിരിക്കുക. എനിക്ക് അത്രേ പറയുള്ളൂ ഇതിനെപ്പറ്റി. അല്ലാതെ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പേഴ്സണൽ ലൈഫ് ഇസ് പേഴ്സണൽ ലൈഫ്, റിയൽ ലൈഫ് ഇസ് റിയൽ ലൈഫ്. അത് അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയുള്ളൂ. ഇതിൽ കൂടുതൽ എനിക്ക് അതിനെപ്പറ്റി പറയാനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നു. ഡോക്ടർ കിഡ്സ് സ്മൈൽ സൈനിങ് ഓഫ്.